നമസ്തേ. ഐശ്വരി പാതിരാത്രി സ്ക്രാബ് കൊണ്ടുവന്ന റൂഫിട്ട് പാർട്ടീഷൻ ചെയ്ത് കടമുറികൾ പുതുതായി ഉണ്ടാക്കി. ഒരു ദിവസത്തേക്ക് 500,000 രൂപ വാടക പിരിച്ചു ജീവിച്ചിരുന്ന പാളയം കണ്ണിമാറ മാർക്കറ്റിലെ ആ മുൻ കരാറുകാരൻ വേറെ ആരുമല്ല, ജോലി കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെയും CRPF സൈനികരെയും ആക്രമിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളി പാളയം സന്തോഷ്. ഇപ്പോ എങ്ങനെ ഇരിക്കണം? കാലാകാലമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരാറുകാർ CPM നേതാക്കൾ തന്നെയാണ്. കാട്ടായിക്കോണം വാർഡിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പല വാർഡുകളിലും അതാത് മുൻ കൗൺസിലറും പാർട്ടി നേതാക്കളും ഒക്കെ തന്നെയാണ് വർഷങ്ങളായി മാറിയും തിരിഞ്ഞും പല കോൺട്രാക്റ്റുകളും എടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 301 കടമുറികൾ ഉണ്ടായിരുന്ന മാർക്കറ്റ് അശാസ്ത്രീയമായി പൊളിച്ചു പണിഞ്ഞിട്ട് നമസ്തേ. ക്ഷേത്ര പരിസരത്ത് അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുത് എന്ന് നമ്മുടെ പഴമക്കാർ പറഞ്ഞിരുന്നത് എത്രയോ ശരിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജ്യഭരണകാലത്ത് ക്ഷേത്രത്തിന്റെ പരിസരം വൃത്തിയാക്കാനും മറ്റുമായി കൂലിപ്പണിക്ക് നിർത്തിയിരുന്ന ഒരു മുസ്ലിം കുടുംബത്തിന്റെ പിന്മുറക്കാർ ഇപ്പോൾ പാരമ്പര്യ അവകാശവാദവുമായി കൊട്ടിയൂർ ക്ഷേത്ര ഭാരവാഹികളെ സമീപിച്ചിരിക്കുകയാണ്. പഴശ്ശിരാജാവിന്റെ കുടുംബമായ കോട്ടയം കോവിലകത്തിന്റെ കീഴിലായിരുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ 120 വർഷങ്ങൾക്ക് മുൻപ് മുത്തപ്പള്ളി മനയിലെ നമ്പൂതിരിമാർ താന്ത്രിക പൂജകൾ നടത്തിയിരുന്ന കാലത്ത് വൈശാഖോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്തുള്ള പുഴയിൽ നിന്നും വെള്ളം കയറി ക്ഷേത്ര ആചാരങ്ങൾക്ക് ഭംഗം വരാതിരിക്കാൻ കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കുന്നതും മറ്റുമായി ചില ജോലികൾ അടുത്തുള്ള ഒരു മുസ്ലിം കുടുംബത്തെ ഏൽപ്പിച്ചിരുന്നു. നമസ്തേ. അതെ, ഇന്ത്യ സാംസ്കാരികമായി ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു മതേതര രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നത്. ഹിന്ദു ജനസംഖ്യ ഇപ്പോഴുള്ള 80% എന്നത് ഒരു 70% ആകട്ടെ. അപ്പോൾ കാണാം ഇപ്പോൾ മതേതരത്വം തള്ളിമറിക്കുന്നവന്റെയൊക്കെ യഥാർത്ഥ മുഖം. ജനാധിപത്യം എന്നതൊക്കെ പിന്നെ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം 1951 9.8% ആയിരുന്നത് 2011 14.2% ഉയർന്നു. 2030 അത് 18-20% ആകുമെന്ന് കരുതുന്നു.